തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്രയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് ഇത്തവണ BJP അട്ടിമറി വിജയം നേടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ മീഡിയയോട് പറഞ്ഞു. ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. പൂജപ്പുരയിൽ നിന്ന് കാലടിയിലേക്കാണ് ഈ ജാഥ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ചുമതല BJP ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് BJP ഔദ്യോഗികമായി പ്രചാരണം തുടങ്ങിയാണ്. അതെ, ഇന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പദയാത്ര. ഈ വികസിത അനന്തപുരി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പോട്ട് ശരിക്കും വെക്കുന്ന ആദ്യത്തെ ദിവസമാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമായും തിരുവനന്തപുരത്തെ ജനങ്ങളോട് പറയുന്നത്? എന്താണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ മാറി മാറി ഭരിച്ച CPM കോൺഗ്രസ് ആണ്. ഞങ്ങൾക്കൊരു അവസരം കാരണം ഞങ്ങളാണ് ശരിക്കും വികസനം എന്ന കാര്യം ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യക്ക് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വികസനം തിരുവനന്തപുരത്തിൽ വരണം. അഴിമതി രഹിത ഭരണം വരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതാണ് മുമ്പോട്ട് വെക്കുന്നത്. കോൺഗ്രസ് ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒക്കെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞു. BJP എപ്പോഴത്തേക്ക് സ്ഥാനാർത്ഥികളെ അത് സാരില്ല, അത് ഓക്കെയാണ്, എല്ലാവരുടെയും അവകാശമാണ്. അവര് പ്രഖ്യാപിക്കട്ടെ. ഞങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യാമ്പയിൻ നടക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിൻ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വികസനത്തിനെ കുറിച്ചാണ്. അതിന് മുമ്പോട്ട് വെക്കും. അത് 30 ദിവസമുണ്ട്. അത് ഞങ്ങൾ വെക്കും. ഞങ്ങൾ തിരുവനന്തപുരം മാത്രമല്ല, കേരള പിടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടത് മാറ്റമാണ്. എന്തായാലും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ജാഥയ്ക്കൊപ്പം അണിനിരന്നിട്ടുണ്ട്. എന്തായാലും BJP ഇന്ന് ഔദ്യോഗികമായി